സംസ്ഥാനത്തേക്ക് രാസലഹരികൾ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ. താൻസിയാനിയൻ യുവാവ് ഉൾപ്പെടെ 2 പേരെയാണ് കരുനാഗപ്പള്ളി പോലീസ് ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. കോടികളുടെ ലഹരി വിൽപ്പനയാണ് ഇവർ സംസ്ഥാനത്തേക്ക് നടത്തുന്നതെന്ന് പോലീസ് കണ്ടെത്തി. കർണാടക, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കോടികളുടെ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. താൻസാനിയ സ്വദേശി ഇസ അബ്ദുൽ നാസർ, കരുനാഗപ്പള്ളി സ്വദേശി സുജിത്ത് എന്നിവരെയാണ് കരുനാഗപ്പള്ളി പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് മാസത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ MDMA-യുമായി പിടിയിലായ ആലങ്കടം സ്വദേശി രാഹുലിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത്. നിരോധിതമായിട്ടുള്ള മയക്കുമരുന്നാണ്. അപ്പം അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു. മറ്റ് ഇൻട്രോഗേഷൻ എല്ലാം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇയാളത് ബാംഗ്ലൂർ പോയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങളൊരു ടീം ഫോം ചെയ്യുകയും ബാംഗ്ലൂരോട്ട് പോവുകയും അവിടെ കൂടുതൽ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇയാളുടെ കൂട്ടുപ്രതി, നമ്മുടെ 2ാം പ്രതിയെയും കൂടി നമുക്ക് അവിടുന്ന് പിടിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇതിന്റെ സോഴ്സ്, പലപ്പോഴും നമുക്കറിയാം NDPS കേസുകളിൽ ആദ്യത്തെ 1-2 പേരിൽ ഇത് ഒതുങ്ങാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ സോഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴത്തേക്കും ഇതിന്റെ ഭാഗമായിട്ട് ഒരു വിദേശിയും കൂടി ഉണ്ട്. അയാളാണ് ഇത് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. പ്രതികൾക്കായി പ്രത്യേക സംഘം രൂപീകരിച്ചാണ് പോലീസ് ബാംഗ്ലൂരിൽ തിരച്ചിൽ നടത്തിയത്. ഇവരുടെ ലഹരി മരുന്ന് ശൃംഖലകളെക്കുറിച്ചും സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണം നടത്തുന്നതായി പോലീസ് പറഞ്ഞു. ജനം, കൊല്ലം.